മഹാരാഷ്ട്രയിൽ സാംഗ്ലി ജില്ലയിൽ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ആരെയും കരയിപ്പിക്കുന്നതാണ്. രണ്ട് പെൺകുഞ്ഞുങ്ങൾ, 10 വയസ്സുള്ള ഒരു ഒരു കുട്ടി, അത് ഈ 10 വയസ്സുള്ളത് ഋതുജ എന്ന് പറയുന്ന പെൺകുട്ടി, പിന്നെ 11 വയസ്സുള്ള അനുജ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളും. ഇവർ നാനാ യങ്കർ, ദാദു നാനാ യാങ്കർ എന്ന് പറയുന്ന ആളുടെ മക്കളാണ്. അപ്പോൾ ഇയാളുടെ ഒരു ബന്ധു ഒരു പരാതി എങ്ങാണ്ട് ഇവരടുത്ത് പറഞ്ഞ് ഈ പിള്ളേർ പണം മോഷ്ടിച്ചെന്ന് അയാളുടെ വീട്ടിൽ നിന്ന്, ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ പിതാവ് ചോദ്യം ചെയ്യാണ് ഈ പെൺകുട്ടികളെ. ചോദ്യം ചെയ്തതിൻ്റെ രീതി എങ്ങനെയാണെന്നറിയാമോ? ആ വീടിൻ്റെ മതിലിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ഏണിയുണ്ട്, ഇരുമ്പേണി. അതിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും തല കീഴായിട്ട് കെട്ടിത്തൂക്കി കാലയിൽ. എന്നിട്ട് അവിടെ കിടന്ന കുഞ്ഞുങ്ങൾ കരയാണ്. ഈ കൊല്ലപ്പെട്ട കുട്ടി, അത് ഈ 10 വയസ്സുകാരി ഋതുജ, അത് ആ കുട്ടിയെ അങ്ങ് വെള്ളം ചോദിച്ച് കുടിക്കാൻ. ഇയാൾ വെള്ളം കൊടുത്തില്ല. അപ്പോൾ ബന്ധുക്കളൊക്കെ പറഞ്ഞ് ഇവരെ അഴിച്ചു വിടാനൊക്കെ പറഞ്ഞുണ്ട്. കേട്ടില്ല ഇയാൾ. രാത്രി മുഴുവൻ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. രാവിലെ നോക്കിയപ്പം അബോധാവസ്ഥയിലാണ് രണ്ട് കുഞ്ഞുങ്ങളും. ഈ കാലയിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. രണ്ടുപേരെയും കൊണ്ടുപോയെങ്കിലും ഈ ഋതുജയുടെ ആരോഗ്യസ്ഥിതി അങ്ങ് വഷളായി. അത് ആശുപത്രി വെച്ച് മരിച്ചു. മറ്റേ കുട്ടി മരണവുമായിട്ട് മല്ലടിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണത് കേട്ടോ. അത് പണം മോഷ്ടിച്ചെന്നുള്ളതിന് ഒരു തെളിവുമില്ല, പണമൊന്നും അവരുടെ ഇതില്ല. ആ സംശയത്തിൻ്റെ പുറത്താണ് ഈ ചെയ്തേക്കുന്നത്. ഈ കുഞ്ഞുങ്ങളോട് ഇതുപോലുള്ള ക്രൂരത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അത് കാണാനിടയായ ഒരു സംഭവം. അത് എപ്പോഴും നമുക്ക് ഇപ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ് അയാൾ. അപ്പോൾ ഇത് ഇങ്ങനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി എൻ്റെ അഭിപ്രായത്തിൽ എന്താ ചെയ്യണമെന്നറിയാം. അങ്ങനെ യഥാർത്ഥം നമ്മുടെ ഈ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേദന ഈ കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അബോധാവസ്ഥയിലാകുന്നത് വരെ, മരണം വരെ അനുഭവിച്ച വേദന ഇവനും അറിയേണ്ടതല്ലേ. ഇവനെ ഇതേപോലെ കാലിലൊന്ന് കിട്ടി എവിടെങ്കിലും ഒന്ന് കെട്ടി തൂക്കിയിട്ട് തലകീഴായിട്ടൊന്ന് കെട്ടി തൂക്കിയിട്ടിരുന്നാൽ അവൻ അറിഞ്ഞനെ ആ വേദന. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടല്ലേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അത് വളരെ അത്രത്തോളം നമുക്ക് വളരെ സങ്കടം വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതേപോലെ വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായ ഒരു വല്ലായ്മ ഉണ്ടായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. ഈ ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിൽ, അതായത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അവിടുത്തെ ഒരു പ്രൊഫസർ മുരളീധർ ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ആൾ, PES സർവകലാശാലയാണ് ബാംഗ്ലൂരിൽ, അവിടെ ക്ലാസ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു എഴുന്നേറ്റ് ഇത്രേ ചെയ്തുള്ളൂ. നീയൊക്കെ കാരണമായി യുദ്ധം ഉണ്ടാകുന്നത്, നീ ടെററിസ്റ്റാണ്, ഭീകരനാണ് എന്ന് പറഞ്ഞ് അവനെ അങ്ങ് ടെററിസ്റ്റ് എന്ന് ഈ പിള്ളേരുടെ എല്ലാം 60ഓളം പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് ആക്ഷേപിക്കുന്നത്. നിന്നെയൊക്കെ വന്ന് ഇനി ട്രംപ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അതേപോലെ ഒരുപാട് ഈ യുദ്ധം ഉണ്ടാകുന്നതൊക്കെ നിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടാണെന്ന്, നിൻ്റെ വർഗത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് എന്നൊക്കെ വിളിച്ചാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ഉള്ള കാരണം കൂടെ അവൻ്റെ മേളിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഈ പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് വന്ന് ഈ വിദ്യാർത്ഥിയെ അവനെ പൊക്കിക്കൊണ്ട് പോയിക്കൊള്ളുമെന്ന് അവൻ പറഞ്ഞതാണ്. ഏതായാലും ഇത് ഒരു കുട്ടി ഇത് മുഴുവൻ വീഡിയോ അങ്ങ് റെക്കോർഡ് ചെയ്തു. ഈ വീഡിയോ അങ്ങ് വൈറലായി. ഇത് കണ്ട ഉടനെ ഏതായാലും പ്രൊഫസറെ സർവകലാശാല സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അവൻ്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥി ആയിപ്പോയതുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥിയാണ് ഇതുപോലെ ആക്ഷേപിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചേക്കണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ.
എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? ഇറാനിൽ അവിടെ യുദ്ധം ചെയ്യുന്നു ആളുകൾ, ഇറാനെ കയറി ആക്രമിച്ചു, ഇറാനും തിരിച്ചടിക്കുന്നു, യുദ്ധം അവിടെ പരസ്പരം നടക്കുന്നു. അതിന് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയും, അത് ആർക്കും പറയാം. അതൊന്നും സംഭവിച്ചതല്ല. അവൻ പുറത്തോട്ടൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ കുട്ടി എന്തോ ആവശ്യത്തിനാണ്, അതിന് ചോദിച്ചതിനാണ് ഇത്രത്തോളം ക്ഷുഭിതനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള വർഗീയ കോമരങ്ങളുണ്ടല്ലോ, വൃത്തികെട്ടവന്മാർ, യവന്മാരെയൊക്കെ സമൂഹത്തിൽ വെച്ച് ഉറപ്പിക്കാൻ കൊള്ളത്തില്ല. യവൻ്റെയൊക്കെ മനസ്സിലിരിപ്പൊക്കെ ഇതാണ്. ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് അങ്ങ് പുറത്തോട്ട് വരുന്നത്. ഒരു കുട്ടിയെടുത്താണെന്ന് കണ്ടോണം ഇത് പറയുന്നത്. എന്നാൽ അവൻ എന്തെങ്കിലും കാരണവശാൽ അവൻ ഈ യുദ്ധത്തിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം മറുപടി പറഞ്ഞാണെങ്കിൽ വേണ്ടിയില്ല. ഇതൊന്നുമല്ല. അവൻ പുറത്തോട്ടൊന്ന് പോകണം, അവന് അത്യാവശ്യമാണ്. ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാനായിരിക്കും. ഇതെന്തായാലും ശരി, ഇതൊന്ന് ചോദിച്ചതിനാണ് ഇത്രത്തോളം ക്ഷുഭിതനായിട്ട് 60ഓളം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇവനെ അങ്ങ് വീണ്ടും പല പ്രാവശ്യം അവനെ ഭീകരൻ, ടെററിസ്റ്റ് എന്ന് വിളിച്ചെന്നുള്ളതാണ് അപ്പോൾ ആക്ഷേപിച്ചത്. ഏതായാലും സർവകലാശാല അവനെ സസ്പെൻഡ് ചെയ്തു. അത് നന്നായി. പോലീസ് കേസെടുത്തു. കേസെടുത്താൽ മാത്രം പോലെ ഇവനെ അറസ്റ്റ് ചെയ്യണം, അകത്തിടണം. അതാ ചെയ്യേണ്ടത്. കാരണം ഇവനൊന്നും അധ്യാപകനാകാൻ ഒരു യോഗ്യതയുള്ളവനല്ല. ഇവനെ ഒന്നും അധ്യാപകരായിട്ട് വെച്ച് വാഴിക്കരുത്, അതാണ് വേണ്ടത്. ഇതൊന്നും അധ്യാപകൻ്റെ ഒരു എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളവനാണോ? അതല്ല. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് പല സ്കൂളുകളിലും നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ പല സ്കൂളുകളിലും അത് പല വിദ്യാർത്ഥികൾ പോലും പരസ്പരം ഇങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതല്ലേ, പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അവൻ്റെ കൂടെ പോരുത്, ഇവൻ്റെ കൂടെ പോരുത്, അത് പേരും ചോദിച്ചിട്ട് ഇതാണ് കാര്യം. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേരാണ് പ്രശ്നം. പലപ്പോഴും പല പേര് കണ്ട് വെച്ച് ജാതി അങ്ങ് ഊഹിച്ചെടുക്കുകയാണ്, എന്നിട്ട് പിന്നെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. ആ രീതിയിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവനോട് ഈ രീതിയിൽ പെരുമാറാൻ ഈ ദേശ്പാണ്ഡെ എന്ന് പറയുന്ന വൃത്തികെട്ടവന് തോന്നിയത്, വർഗീയ കോമരത്തിന് തോന്നിയത്. എവനെയൊന്നും വെച്ചു പൊറുപ്പിക്കരുത്.